നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്തൊക്കെ ഫലങ്ങൾ അനുഭവിക്കണമെന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് അന്യരെ ആകർഷിക്കുന്ന ഒരു വശീകരണ ശക്തി ഉണ്ടായിരിക്കും. നിസാര കാര്യങ്ങളിൽ ശോഭിക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. ബുദ്ധിശക്തിയേക്കാൾ ഹൃദയമാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളെയും ഭരിക്കുന്നത്. സ്നേഹം തോന്നിയാൽ എന്തു വേണമോ ഇവർ ചെയ്യും. വിരോധം തോന്നിയാൽ എന്തുപദ്രവങ്ങൾ ചെയ്യുവാനും ഇവർ മടി കാണിക്കാറില്ല. സഹനശക്തിയിലും ക്ഷമാശീലത്തിലും ഇവർ വളരെ പിന്നോക്കം നിൽക്കും. സമത്വനിലയിൽ കവിഞ്ഞ് അന്യരോട് പെരുമാറുക എന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്. വരവു ചെലവുകളെക്കുറിച്ച് നോക്കാതെ അപ്പോഴപ്പോഴുള്ള സുഖത്തിനും സംതൃപ്തിക്കും വേണ്ടി ചെലവഴിക്കുന്ന പ്രകൃതമാണ് ഇവർക്കുള്ളത്. സ്വതന്ത്രമായ തൊഴിലുകളിലും വ്യാപാര രംഗങ്ങളിലും മാത്രമല്ല, സാമൂഹിക പ്രവർത്തനങ്ങളിലും നല്ലവണ്ണം ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും. പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ മിക്കവാറും ഇവർക്ക് കുറഞ്ഞു മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ ഇവർ സാമാന്യമായ മാതൃഭക്തിയുള്ളവരായിരിക്കും. ഇവരുടെ സ്വതന്ത്ര ബുദ്ധി ഇവരുടെ പതനത്തിന് വഴിയൊരുക്കുന്നു. നിസാരതയുടെയും നിസ്സഹായതയുടെയും അടിത്തട്ടിൽ നിന്ന് വളരെ ഉയർന്നു വന്നിട്ടുള്ളവരും ഈ നാളുകാരിൽ കാണപ്പെടുന്നുണ്ട്. 18-36 വയസ്സുകൾക്കിടയിൽ രോഹിണി നക്ഷത്രക്കാർക്ക് പലവിധത്തിലുള്ള ദുർപ്രതിസന്ധികളെയും മാറ്റങ്ങളെയും നേരിടേണ്ടതായി വരും. എന്നിരുന്നാലും ഇവർ ജീവിതത്തിൻ്റെ മധ്യത്തിലും അന്ത്യത്തിലുമായി സുഖമനുഭവിക്കുന്നവരായിട്ടാണ് കണ്ടുവരുന്നത്. ആരെയും അത്രയധികം പരിശോധിച്ചു നോക്കാതെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർക്ക് നൈസർഗികമായിട്ടുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ആകർഷണീയമായ സൗന്ദര്യമുള്ളവരും ആഡംബരഭ്രമം അല്പം കൂടുമെങ്കിലും അതോട് ബന്ധിച്ചുള്ള സ്വഭാവദോഷങ്ങളൊന്നും ഇവർക്കുണ്ടാകുകയില്ല. ആരോഗ്യവും കർമ്മകുശലതയും ഇവരിലുണ്ടായിരിക്കും. കുടുംബജനങ്ങളുടെ സ്നേഹവാത്സല്യം സമ്പാദിക്കുവാനും ഇവർക്ക് കഴിയും. എന്നിരുന്നാലും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ക്ഷിപ്രപ്രസാദവും ക്ഷിപ്രകോപവും സ്വാഭാവികമാണ്. ഭർതൃഭാഗ്യവും സന്താനഭാഗ്യവും ഇവർക്കുണ്ടായിരിക്കും. വിവാഹത്തിന് ധനം സംഗ്രഹിക്കുന്നതിനും ദേവാലയ നിർമ്മാണം, മറ്റ് മംഗളകർമ്മങ്ങൾ ഇവയ്ക്കും ഈ നക്ഷത്രം നല്ലതാണ്. രോഹിണി നാളുകാരുടെ ജനനം ചന്ദ്രദശയിലാകുന്നു. ചന്ദ്രദശ 10 വർഷം, തുടർന്ന് ചൊവ്വാദശ, രാഹുർദശ 18 വർഷം, വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം. ഈ ക്രമത്തിലാണ് ഇവരുടെ ദശാകാലങ്ങൾ കടന്നുപോകുന്നത്.